സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ സബ്ജക്ട്സിലെ പോലെ തന്നെ ഇതിനും 3 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്. ഈ പൊളിറ്റിയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്കൊരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ കൂടെ ഡിഫൈൻ ചെയ്യുക, ഫീച്ചേഴ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കി പോയാല് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൻസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമേ അതിനകത്ത് കുറച്ചും കൂടെങ്കിലും ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. അതായത് ഇപ്പോ നിങ്ങളുടെ തന്നെ സജഷൻസ് കൊടുക്കുക, ഏതെങ്കിലും കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മറ്റുള്ള സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ ഈ വിഷയത്തിൽ യൂസ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ഓതന്റിസിറ്റി കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതൊക്കെ എനിക്ക് അറിയാം, ഇതൊക്കെ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഞാൻ വെറുതെ ഗ്യാസ് അടിച്ച് പറയുന്നതല്ല എന്നൊരു ഓതന്റിസിറ്റി കൊടുക്കാനായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ്, അങ്ങനെ കുറച്ച് ഒരു ARC റെക്കമെൻഡേഷൻ, അങ്ങനെ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പറയേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ആൻസറിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി റെക്കമെൻഡേഷനോ ആർട്ടിക്കിളിന്റെ ഒരു എടുത്തു കാണിക്കലോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ കൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇപ്പോ നിങ്ങളിത് ഒരു എക്സാം ഹോളിൽ വെച്ചിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാം, ഓക്കെ, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണെന്ന് അറിയില്ല എന്ന് വെക്കും. അപ്പൊ നിങ്ങൾക്ക് ജനറലി ആലോചിക്കാം, എന്ത് സാധനത്തിന്റെ കൂടെയും ഈ ഇസം എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു ഫിലോസഫി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കമ്മ്യൂണിസം, മാർക്സിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ ഇവിടെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ കൂടെ ഒരു ഇസം, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചേർത്ത് വായിക്കാം. ഇറ്റ്സ് എ ഫിലോസഫി ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗവൺമെന്റ് അതോറിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങൾക്ക് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ അറിയാലോ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നുള്ള കാര്യം. അതേപോലെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റും ജനങ്ങളുടെ കയ്യിലാണ് നമുക്ക് അധികാരം ഇരിക്കുന്നത്. ഗവൺമെന്റിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലെ? നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഈ സെറ്റ് ഓഫ് റൂൾസ് ഉപയോഗിച്ച് നമുക്ക് തന്നെ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു അതോറിറ്റേറിയനിസം, ഒരു ഡെമോക്രസിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോവാതെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒറിജിൻ പറയാം. അതേപോലെ ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം കണ്ടെത്തുന്നത് എന്നും പറയണം. ഓക്കെ, അതാണ്. പിന്നെ കമ്പോണൻസും പറയണം. അതാണ് ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മാഗ്ന കാർട്ട, അതായത് നിങ്ങൾക്ക് അറിയാമോ, നമ്മള് എല്ലാ സാധനത്തിനും ഇപ്പൊ മാഗ്ന കാർട്ട ഓഫ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തത് ഇതൊരു തുടക്കം കുറിച്ച സ്ഥലമായതുകൊണ്ടാണ്. അതായത് 1215 കിങ് ജോൺ, അതായത് ഇംഗ്ലണ്ടിലുള്ള സ്ഥലത്ത് ഈ കിങ് ജോണിന് മുമ്പിലേക്ക് ആൾക്കാർ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് റൈറ്റ്സ് വേണം, സിറ്റിസൺസിന് അവരുടെ റൈറ്റ്സ് വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതാണ് ആദ്യത്തെ ഒരു സംഭവം. ജനങ്ങള് അവരുടെ അവകാശത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കുന്ന ആദ്യത്തെ സന്ദർഭം എന്ന് പറയുന്നത് അന്ന് മാഗ്ന കാർട്ടയിൽ സംഭവിച്ച കാര്യമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതാണ് ആദ്യത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ തന്നെ സംഭവിച്ച, അതായത് 1600കളിൽ സംഭവിച്ച കാര്യമാണിത്. ഓക്കെ, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആദ്യമായി അന്ന് അവരുടെ പാർലമെന്റിൽ ഈ ഒരു റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം അവർ അംഗീകരിച്ചു കൊടുക്കുകയാണ്. സിറ്റിസൺസിന് കുറച്ച് റൈറ്റ്സിന്റെ ആവശ്യമുണ്ട്, ജനങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് അവകാശങ്ങളുടെ ആദ്യം. ഓക്കെ, മാഗ്ന കാർട്ട 1215 ആൻഡ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അത് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഈ വെസ്റ്റേൺ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, അതായത് ഈ പറഞ്ഞ ജനങ്ങൾക്ക് അവകാശം നേടിക്കൊടുക്കണം, അതിന് ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യണം, അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് എന്ന കൺസെപ്റ്റ് ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. എന്താണ് നെഗറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയാൻ കാര്യം? ഇത് സ്റ്റേറ്റിനെ
ലിമിറ്റ് ചെയ്യുകയാണ്, സ്റ്റേറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്, അലോ ചെയ്യുകയല്ല, പകരം ബ്ലോക്ക് ചെയ്യുകയാണ്, ലിമിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ കമ്പോണൻസ് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായി ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ഇറ്റ്സ് കമ്പോണൻസ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ കമ്പോണൻസ് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ എന്താണ് റൂൾ ഓഫ് ലോ എന്ന് അറിയാമോ? അത് നമ്മൾ ഇവിടെ ഇപ്പം നമുക്കൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ അത് കൺസെപ്ച്വലി അറിഞ്ഞിരിക്കണം. നാളെ ഇനി ഇത് മാത്രമായിട്ട് ചോദിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ആവശ്യം വന്നാലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൂൾ ഓഫ് ലോ. അതായത് വെദർ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ, അത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആരായാലും ഇവർക്ക് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ ഒരേ എന്താ ഇക്വാലിറ്റിയിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരേ നിയമമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ സെപ്പറേഷൻ ഓഫ് പവർ, അതായത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, 3 ബോഡി ഉണ്ടല്ലേ നമുക്ക്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ 3 ബോഡീസിനും കൃത്യമായ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇവരുടെ വിഷയത്തിൽ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് വരിക? ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു മിക്സഡ് സെപ്പറേഷൻ ഓഫ് പവർ ആണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ആ വാക്ക് എന്താണെന്നറിയോ? ചെക്സ് ആൻഡ് ബാലൻസസ് എന്നാണ് അതിനെ പറയാ. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസസ് എന്നാണ് അതിനെ പറയാ. അതായത് നമുക്കൊരു വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഇല്ല. ഇത് അമേരിക്കൻ കൺസെപ്റ്റ് ആണ്. വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ ടെറിട്ടറിയിലേക്ക് ഇവര് എൻട്രി ചെയ്യാൻ പാടില്ല. ആ രീതിയിലുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യനിൽ അത് പറയാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നത്. നമുക്ക് ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ലെജിസ്ലേറ്റീവിന്റെ പവർ ഓവർ ആവാൻ പാടില്ല, അവിടെ എക്സിക്യൂട്ടീവ് ഇടപെടാം. എക്സിക്യൂട്ടീവിന്റെ പവർ ഓവർ ആവാൻ പാടില്ല, അവിടെ ജുഡീഷ്യറിക്ക് ഇടപെടാം. അങ്ങനെ ഒരു ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ചെക്സ് ആൻഡ് ബാലൻസസിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു മിക്സഡ് സെപ്പറേഷൻ ഓഫ് പവർ ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഫ്രീ പ്രസ് ആൻഡ് മീഡിയ, അതെവിടെയാണ് പറയുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. ആർട്ടിക്കിൾ 19 പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഫ്രീ പ്രസ് ആൻഡ് മീഡിയ എന്ന് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി, നമുക്ക് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? അതിനെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, പഠിക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായി പഠിക്കുക. നാളെ ഇതിനൊരു മെയിൻസ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം, അല്ലെങ്കിൽ പ്രിലിംസിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം എന്നൊരു അതിനോട് കൂടി നമ്മൾ അത് ഓർത്തു വെക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി, അതായത് നമ്മുടെ അപ്പോയിന്റ്മെന്റ്, ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ സാലറി എങ്ങനെയാണ്, അവരുടെ റിമൂവൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് വെറുതെ കയറി ഇടപെടാൻ പറ്റില്ല. ഇതിനെല്ലാം കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. അതെല്ലാം എവിടെ പറയുന്നുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ ഇൻഡിപെൻഡൻസ് നമ്മൾ അഷ്യൂർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അതായത് ടെമ്പററി ആണ് നമ്മുടെ ഗവൺമെന്റ്. കൃത്യമായി എന്നും ഒരേ ഗവൺമെന്റ് അല്ല ഇരിക്കുന്നത്. നമ്മൾ ഇലക്ട് ചെയ്ത ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തു പറ്റും? ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു ചെക്ക് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ നമ്മുടെ ഒരു പൊതു ജനത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് അവരെ വോട്ട് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററിനെസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു ക്ലിയർ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് എന്നൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അത് വെച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ജനറൽ ആയിട്ട് പഠിക്കുന്ന കൺസെപ്റ്റുകൾ മാത്രമാണ്. ഓക്കെ, ഇനി ഇതില് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. നാളെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം. ഓക്കെ, ഇതിലെ ഫാക്ടേഴ്സ് എന്തിനു വേണം? ഇനി പ്രിലിംസിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഒരു സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് ഓൺ വാട്ട് എ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഓൺ സിറ്റിസൺസ്. അതായത് ഒരു ലിമിറ്റഡ് ഗവൺമെന്റ് എൻഷുർ ചെയ്യുന്ന സാധനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കേസിന് വേണമെങ്കിലും ചോദിക്കാം. UPSC സംബന്ധിച്ച് ഏകദേശം 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് വായിച്ചു വെക്കുക, അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Then what are the silent features of Indian Constitution? ഇത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ KSന്റെ സിലബസിന്റെ ഒന്നാമത്തെ സിലബസ് ആണ് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതെന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ഫീച്ചറും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇതൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒന്ന് 2 ആൻസർ നോക്കി കഴിഞ്ഞാല് ഏതോ 2 or 3 ഫീച്ചർ എഴുതിയിട്ട് പോയേക്കാണ്. കാര്യം എന്താ, അപ്പോഴത്തേക്ക് സ്പേസ് തീരും. പക്ഷെ അങ്ങനല്ല, നമ്മൾ മാക്സിമം പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വൈദഗ്ധ്യം അവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും പോയിന്റ്സ് അറിയാം എന്ന് എക്സാമിനറിനെ കാണിച്ചു കൊടുക്കാനായിട്ട്. ദെൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്കറിയാലോ, ഇതൊരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഏകദേശം 60 രാജ്യങ്ങളുടെ അന്ന് നിലനിന്നിട്ടുള്ള അത്രയും രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു മിയർ കോപ്പിങ് അല്ല. ഓക്കെ, ഒരിക്കലും ഒരു മിയർ കോപ്പിങ് അല്ല. അതിൽ നിന്ന് വേണ്ട സാധനങ്ങളെ തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൊണ്ടുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കത് എല്ലാം കൂടെ എഴുതാൻ പറ്റില്ല. അപ്പം വളരെ കൺസൈസ്ഡ് ആയിട്ട് എഴുതുക. സ്ട്രക്ചറൽ പാർട്ട് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓക്കെ, ഇത് ആക്ട് എന്താണെന്നൊക്കെ നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അക്ഷയ് സാറിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ നോട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ദെൻ ഫിലോസഫിക്കൽ പാർട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ദെൻ എന്താണ് പൊളിറ്റിക്കൽ പാർട്ട്, ആ ഒരു പാർട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഓക്കെ, അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിളും കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ വെറുതെ എഴുതുമല്ല, ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അതിന്റെ ഒരു പോയിന്റ് പറയാം. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിന്റെ റിജിഡിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താ റിജിഡ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനം അല്ലെ. ഇപ്പം നമുക്കറിയാലോ, അനങ്ങാൻ പറ്റാത്തൊരു സാധനം, അതാണ് റിജിഡിറ്റി എന്ന് പറയുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1700കളിൽ, അതായത് വളരെ പഴക്കമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 1700 സംതിങ്ങിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതില് ഇന്ന് വരെ 27 തവണ ആകെ അമെന്റ്മെന്റ് നടന്നിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പഴയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആകെ 27 വട്ടം നടന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഇപ്പൊ ലാസ്റ്റ് വന്നൊരു അമെന്റ്മെന്റ് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ. അതായത് ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എത്രാമത്തെ ഒരു അമെന്റ്മെന്റിലാണ് നിൽക്കണെന്ന് അറിയോ? അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും സെഷൻ. അപ്പൊ ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ളത് 105ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ്. 2021 അത് വന്നിട്ടുള്ളത്. 105ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മള് 1950 തുടങ്ങിയതിൽ 105 തവണ നമ്മളിപ്പം അമെന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി ഫ്ലെക്സിബിളും അല്ല. അതായത് കാര്യം എന്താ അറിയോ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് അവർക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനേ ഇല്ല. എഴുതപ്പെട്ട ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഡേ ടു ഡേ അഫെയറിൽ നടക്കുന്ന ഓരോ അമെന്റ്മെന്റുകളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളാണ്. അതായത് ഓരോ നിയമം പാസ്സാക്കുന്നതും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പോലെയാണ് പോണത്. അതാണ് അത് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ കാര്യം. അമേരിക്കയെ സംബന്ധിച്ചോ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പാസ്സാക്കി എടുക്കാൻ. നമ്മളെ സംബന്ധിച്ചോ ഇത് രണ്ടും ബ്ലെൻഡഡ് ആണ്. ഇത് രണ്ടിന്റെ ഒരു മിക്സ്ചർ ആണ്. ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ അമെന്റ് ചെയ്യും. അതിന് പ്രത്യേകമായ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാർലമെന്റ് പഠിക്കുമ്പോൾ പഠിക്കും. അത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അമെന്റ് ചെയ്യും, അല്ലാത്തപ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു റിജിഡിറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന ഒരു കൺസെപ്റ്റ്. ദെൻ സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അതായത് പാർലമെന്റിന്റെ സോവറിനിറ്റി, എന്താണ് സോവറിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നറിയോ?
സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. പരിപൂർണമായ സ്വാതന്ത്ര്യം, അതായത് സുപ്രീമസി, എല്ലാത്തിനേക്കാളും മുകളിൽ പാർലമെന്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് എവിടെയാണുള്ളത്? ബ്രിട്ടനിലാണുള്ളത്. ഓക്കെ, അവിടെ ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ വാക്കായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് ഈ കൺസെപ്റ്റ് ജുഡീഷ്യറിക്കാണ്. അതായത് ജുഡീഷ്യറിയുടെ വാക്ക് വേറെ ആർക്കും അവിടെ തട്ടാൻ പറ്റില്ല. ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഈ പറഞ്ഞ സോവറിനിറ്റി പാർലമെന്റിന്റേതോ ജുഡീഷ്യറിയുടേതോ അല്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സോവറിനിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? കോൺസ്റ്റിറ്റ്യൂഷണൽ സോവറിനിറ്റി ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ആണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏറ്റവും പ്രത്യേകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് പറയാൻ കാര്യം സിന്തസിസ് ഓഫ് പാർലമെന്ററി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. കാര്യം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമസി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റും ജുഡീഷ്യറിയും അതേപോലെ ഒരേപോലെ ഒന്നൊന്നിനെ ഓവർ റൈഡ് ചെയ്യാതെ, ഒന്നൊന്നിന്റെ മേൽ കംപ്ലീറ്റ് സുപ്രീമസി എടുക്കാതെ പെരുമാറണം. രണ്ടും തമ്മിലൊരു മിക്സഡ് ആയിട്ടുള്ള, രണ്ടും തമ്മിലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള അവസ്ഥ വേണം. അതാണ് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കാം, നമുക്കൊരു 3 മാർക്കിന്റെ സ്പേസ് ആണ് ഉള്ളത് അല്ലെ? അപ്പൊ ഈ സ്പേസിൽ നമ്മൾ എന്തോരം കാര്യങ്ങൾ എഴുതും? എത്രമാത്രം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും? അപ്പോ അവിടെ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു കാരണവശാലും വിട്ടുപോകരുത്. അപ്പൊ അങ്ങനെയുള്ള ചില പോയിന്റ്സ് ആണ് ഈ 2 കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമ്മുടേതൊരു ഫെഡറൽ സിസ്റ്റം ആണ് വിത്ത് യൂണിറ്ററി ബയസ്. അതെന്താ പറയാൻ കാര്യം? നമുക്ക് സ്റ്റേറ്റും ഉണ്ട് യൂണിയനും ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ ക്വാസി ഫെഡറൽ ആണ്, അതായത് പകുതി ആണ്. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ, അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ, അതാണ് ഞാൻ അത്യാവശ്യം എന്ന് വളരെ സിമ്പിൾ ആയ ലാംഗ്വേജിൽ പറഞ്ഞത്. പക്ഷെ എമർജൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്റ്റേറ്റിന് മേലെ യൂണിയന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട്. അതായത് നമുക്കറിയാലോ 3 ലിസ്റ്റ് ഉണ്ടല്ലേ, നമുക്ക് സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, കൺകറന്റ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. നമുക്ക് 3 ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്കറിയാം അതിൽ ചെറിയൊരു ഡൊമിനൻസി ഉണ്ട് യൂണിയന്. പിന്നെ ഇതിലൊന്നും പെടാത്ത ചില റെസിഡ്യൂറി ഐറ്റംസ് ഉണ്ട്. ഓക്കെ, റെസിഡ്യൂറി ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ പവർ ആർക്കാണ് പോവുക? യൂണിയന് തന്നെയാണ് പോവുക. ഇനി ഇതൊന്നും പോരാത്തതിന് എമർജൻസി സിറ്റുവേഷൻസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർട്ടിക്കിൾ ഏതാണ് എന്റെ ആർട്ടിക്കിൾ എന്ന് പറയാൻ നോക്കൂ. ആർട്ടിക്കിൾ 352, 356 ആൻഡ് 360. അതായത് നാഷണൽ എമർജൻസി, പ്രസിഡന്റ്സ് റൂൾ, ഫിനാൻഷ്യൽ എമർജൻസി. ഈ കേസിലൊക്കെ വരുമ്പോ എന്ത് പറ്റും? സ്റ്റേറ്റിന്റെ മേലെ യൂണിയന് എക്സ്ട്രാ പവർ കിട്ടും. ഇനി ഇത് കൂടാതെ ചില സന്ദർഭങ്ങളും ഉണ്ട്, അത് നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുണ്ട്, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു യൂണിറ്ററി ബയസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്ററി ടിൽറ്റ് ഉണ്ട്. നമ്മള് കുറച്ച് യൂണിയന്റെ സൈഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ സിമ്പിൾ ആണ്. ഇത്രയധികം സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ? ഇന്ത്യ മുഴുവൻ നമുക്ക് ഇത്രയധികം സ്റ്റേറ്റ്സ് ഉണ്ട്. ഇവരെ എല്ലാരെയും ഒരുമിച്ച് നിർത്തണമെങ്കിൽ, ഒരു ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു യൂണിയന് പവർ വേണം. അതിന് കുറച്ച് ഡോമിനന്റ് ആയിട്ടുള്ള പവർ തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ വെച്ചിരിക്കുന്നത്, ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് അല്ലെങ്കിൽ യൂണിറ്ററി ടിൽറ്റ് എന്ന് പറയുന്നതിന്. അതിനെയാണ് ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ദെൻ അടുത്തൊരു വലിയ കാര്യമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്. നമ്മുടെ പാർട്ട് 3യിൽ എൻഷുർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, നമ്മുടെ DPSP, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ദെൻ സെക്യുലർ സ്റ്റേറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, സെക്യുലർ തന്നെ ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ 1950 പോലും നമ്മൾ സെക്യുലർ തന്നെ ആയിരുന്നു. നമ്മുടെ ആർട്ടിക്കിൾ 15ഉം 25ഉം 24ഉം ഒക്കെ നമ്മൾ പറഞ്ഞു പോണത് സെക്യുലർ ആണെന്ന് തന്നെയാണ്. പക്ഷേ ആ ഒരു വേർഡ് സെക്യുലർ എന്നുള്ള ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെക്കുക. 42nd അമെന്റ്മെന്റ് വഴി 1976. ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ഇയർ ഒക്കെ പെട്ടെന്ന് ഓർക്കാനായിട്ട് ചില ട്രിക്സ് ഒക്കെ ഉണ്ട്. ഇത് നോക്ക്, 4ഉം 2ഉം 6 ആണ് അല്ലെ? അപ്പൊ അത് 76 ആണെന്ന് നോക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് ആണല്ലോ 44 എന്ന് പറയുന്നത്, 44th അമെന്റ്മെന്റ്. ഇത് 4ഉം 4ഉം എത്രയാ? 8 അല്ലെ? അപ്പം അത് 1978 എന്ന് നോക്കാം. ഇങ്ങനെ ചില ട്രിപ്സ് ഒക്കെ നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതുമ്പോൾ കുറച്ച് ഓതന്റിസിറ്റിയിൽ എഴുതാം. അപ്പം വായിക്കുന്നവർക്ക് മനസ്സിലാവും നമുക്ക് കൃത്യമായി അറിയാം. ഓക്കെ, ഇനി അറിയത്തില്ലെങ്കിലും നമ്മൾ അങ്ങനെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് ആണ് ഇതൊക്കെ. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് അന്ന് പ്രിയാമ്പിളിൽ ആഡ് ചെയ്ത്, പ്രിയാമ്പിളിൽ നമ്മൾ സെക്യുലർ എന്നൊരു വേർഡ് ആഡ് ചെയ്തത്. അതിന് മുന്നേ തന്നെ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ സെക്യുലർ ആണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സ് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശമുള്ള നാടാണ് നമ്മുടേത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 70s എസ്റ്റാബ്ലിഷ് ആയതാണ് നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇത്രയും പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അത് എസ്റ്റാബ്ലിഷ് ആവുന്ന കാലത്ത് എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ കൂടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തുകൊണ്ടാണ് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി അന്നത് 21 വയസ്സായിരുന്നു. 21 നിന്ന് 18 മാറ്റം ഉണ്ടായതാണ് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്? പോയിന്റ് വേർഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള എക്സാമ്പിൾ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, നമ്മൾ പറയുന്നതിന് കുറച്ചും കൂടി ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആലോചിച്ച് നോക്കാം. ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, അതറിയാം. അതിപ്പോ നമ്മൾ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിന് പ്രത്യേകിച്ച് സിറ്റിസൺഷിപ്പ് ഇല്ല അല്ലെ. നമുക്ക് ആകെ ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അതാണ് ഇന്ത്യൻ. ഇന്ത്യൻ എന്നൊരു ഒറ്റ ഐഡന്റിറ്റി മാത്രമേ നമ്മൾ സൂക്ഷിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അമേരിക്കൻ സിസ്റ്റത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ സ്റ്റേറ്റിലെയും അംഗമാണ്. അമേരിക്ക ആസ് എ ഹോൾ അവിടുത്തെയും അംഗമാണ്. അങ്ങനെ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പിന്റെ പരിപാടി നമുക്കില്ല. നമുക്ക് ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അത് ഇന്ത്യൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. ദെൻ എമർജൻസി പ്രൊവിഷൻസ്, അത് ഞാനിപ്പോ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ദെൻ അക്കോർഡിംഗ് ടു ദ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, അതായത് അതൊരു കാര്യമാണ്. അതൊരു പ്രിലിംസിനറി ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഫണ്ടമെന്റൽ റൈറ്റിലും സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് എന്ന കാര്യം നമ്മൾ DPSP വഴിയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വഴിയുമാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തു വെക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് എഴുതുമ്പോൾ വളരെ കൃത്യമായി ടു ദ പോയിന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടെയാണ് അത്. ദെൻ യുണീക് ബ്ലെൻഡ് ഓഫ് ജസ്റ്റിഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്. ഈ സപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് 1945 വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഈ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരു സിറ്റിസണ് റൈറ്റ്സ് കൊടുക്കുമ്പം എങ്ങനെ വേണം, 2 രീതിയിൽ കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, 1947 അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ എല്ലാ റൈറ്റ്സും ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, ഹെൽത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉള്ളൊരു കപ്പാസിറ്റി ഉള്ള രാജ്യമായിരുന്നില്ല അന്ന്. നമ്മൾ എത്രത്തോളം പുവർ ആയിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോ നമുക്ക് ആ റൈറ്റ്സ് കൊടുക്കണം, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ജസ്റ്റിഷ്യബിൾ എന്നും നോൺ ജസ്റ്റിഷ്യബിൾ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. ഉറപ്പായും നമുക്ക് അത്യാവശ്യമായ വേണ്ട കാര്യങ്ങള് ജസ്റ്റിഷ്യബിൾ, അതായത് എന്താണത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കിയും, നോൺ ജസ്റ്റിഷ്യബിൾ അതെന്താണ്, DPSPയിലാക്കിയും കൊടുത്തു. ഈ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങളിത് പഠിച്ചു പോകുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പറയാത്തത്. പക്ഷെ ഈ കാര്യങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തില് നമ്മൾ ഈ പോയിന്റ്സ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ദെൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് ആണ്. കാര്യം എന്താ, സ്റ്റേറ്റിന് സെപ്പറേറ്റ് ഒരു ജുഡീഷ്യൽ സിസ്റ്റം അല്ല. ഹൈക്കോർട്ട് ഉണ്ട്, പക്ഷെ ഈ ഹൈക്കോർട്ടും എവിടെ റെസ്പോൺസിബിൾ ആണ്, സുപ്രീം കോർട്ടിന്റെ അണ്ടറിൽ തന്നെയാണ് വരിക. അതായത് സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, അതിന്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്ട്സ് ഉണ്ട്. ഈ ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ആണ്. ഒരൊറ്റ സുപ്രീം കോർട്ടാണ് നമുക്ക് രാജ്യത്തിന് മുഴുവനായിട്ടും ഉള്ളത്. ഓക്കെ, പരമാധികാരം ഉള്ള നമ്മുടെ സുപ്രീം കോർട്ട്. അപ്പം അതും കൂടെ ഓർത്തു വെക്കുക. അതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ കാര്യം. ദെൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡീസ്, ഇലക്ഷൻ കമ്മീഷൻ, CAG, നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ UPSC, നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ദെൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്,
പാർലമെന്റിന്റെ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡെമോക്രസി നിന്ന് പോകുന്നത്. ഓക്കെ, ദെൻ 3 ടയർ ആയിട്ടുള്ള ഗവൺമെന്റ്. ഇത് ആസ് സച്ച് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇല്ല, പിന്നീട് നമ്മൾ ആഡ് ചെയ്തതാണ് പഞ്ചായത്ത് സിസ്റ്റം. ഓക്കെ, നമുക്ക് ജില്ല, ബ്ലോക്ക്, പിന്നെ അതിന്റെ താഴെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതും ഓർത്തു വയ്ക്കുക. ഇതൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ കൂടെ ആദ്യം പറഞ്ഞ പോയിന്റ്സ് മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ തേർഡ് ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്? ഓക്കെ, ഈ മുമ്പേ പറഞ്ഞ കാര്യമാണ്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ടൈറ്റ് കൺസെപ്റ്റ് അല്ല ഇന്ത്യയെ സംബന്ധിച്ച്. അത് നമ്മുടെ ചെക്സ് ആൻഡ് ബാലൻസസ് ആണെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു. ഓക്കെ, ഇതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലായാലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന സിസ്റ്റം, ഇറ്റ് ഡിവൈഡ്സ് ദ പവർ ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. കണ്ടോ, ഈ 3 സിസ്റ്റത്തിനെയും വളരെ വ്യക്തമായി നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിന്റെ മേലെ ഓവർ റൈഡ് ചെയ്യാതെ തന്നെ 3നെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഐഡിയ ഇസ് that the branches can check and balance each other so that no part of the government can become too powerful. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നിന്റെ മേലെയും ഒരുപാട് പവർ കാണിക്കാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ. ദെൻ ഈ കാര്യങ്ങളെ നമ്മൾ 3ന്റെയും എക്സാമ്പിൾ വെച്ചിട്ട് പറയണം. ഇത് പറയാനാണെങ്കിൽ ഒരു 250 വേർഡ്സിൽ പറയാനുള്ള ഒരു ഡീറ്റെയിൽഡ് ആൻസർ ആണ്. ഓക്കെ, വളരെ കൺസൈസ്ഡ് ആയിട്ട് വേണം നമ്മളിവിടെ കൊടുക്കാൻ. അപ്പോ എക്സിക്യൂട്ടീവ്സിന്റെ മേലെ കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കുക? ഒരെണ്ണം ജുഡീഷ്യറിയുടെ പോയിന്റ് കൊടുക്കുക, ഒരെണ്ണം ലെജിസ്ലേറ്റീവിന്റെ പോയിന്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്കറിയാവുന്ന പോയിന്റ് കൊടുക്കുക, നമുക്കറിയാവുന്ന ആർട്ടിക്കിളും കൊടുക്കുക. പഠിക്കാൻ എളുപ്പമുള്ള ആർട്ടിക്കിൾ നോക്കി പഠിച്ചു വെക്കുക. അതാണ് അതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പം എക്സിക്യൂട്ടീവിന്റെ മേലെ എങ്ങനെയാണ് കൺട്രോൾ വരുന്നത് നോക്കാം. എക്സിക്യൂട്ടീവ് ആരാണ്? നമ്മുടെ മന്ത്രിമാരെ, MP അല്ലെങ്കിൽ MLA എന്നുള്ള രീതിയിൽ വരുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൽ പറയുമ്പോൾ MLA. ഓക്കെ, പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് ആയിട്ടുള്ള നോ കോൺഫിഡൻസ് മോഷൻ, ക്വസ്റ്റ്യൻ അവർ, സെൻസർ മോഷൻ, ഇതൊക്കെ എവിടെ നടക്കുന്നതാണ്? നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, അതായത് നമ്മുടെ ഹയർ എക്സിക്യൂട്ടീവ് ബോഡി ആണല്ലോ അദ്ദേഹത്തിനെ പോലെ നമുക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റും. ആർക്ക് പറ്റും? ലെജിസ്ലേറ്റീവിന് പറ്റും. അപ്പം ഈ 2 പോയിന്റ് എവിടെ നിന്ന് വന്നു? നമ്മൾ ലെജിസ്ലേറ്റീവ് ഓർ എക്സിക്യൂട്ടീവ് എന്നുള്ള പോയിന്റിൽ വന്നു. ഇത് ജുഡീഷ്യറി ഓർ എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ വരും. അതായത് ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു. ഓക്കെ, ഈ പാർലമെന്റിൽ ആരാ നിയമം പാസ്സാക്കുന്നത്? മോസ്റ്റ്ലി മിനിസ്റ്റേഴ്സ് ആയിരിക്കണമല്ലോ. അപ്പം എക്സിക്യൂട്ടീവ്സ് പാസ്സാക്കുന്ന ഈ നിയമം കറക്റ്റ് ആണോ? ഇതിന്റെ എല്ലാ ഡ്യൂ പ്രോസസ്സും നമ്മൾ പാലിച്ചിട്ടുണ്ടോ? എല്ലാ പ്രൊസീജിയറും നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇത് എങ്ങനെ നമ്മുടെ ഡെമോക്രസിയെ നിലനിർത്തും, കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യും എന്ന് നോക്കും. ആര്? ജുഡീഷ്യറി, ത്രൂ ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ അതാണ് എക്സിക്യൂട്ടീവ്സിന്റെ മേലെയുള്ള ചെക്സ് ആൻഡ് ബാലൻസസ്. അടുത്തത് ലെജിസ്ലേച്ചറിന് മേലെയുള്ളത്. അപ്പൊ നമ്മൾ വളരെ കൺസൈസ്ഡ് ആയിട്ട് എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ അൺഅമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ബേസിക് സ്ട്രക്ചർ. ഈ ഒരു കാര്യം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇവിടെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. ചില കൃത്യം ഫാക്ടേഴ്സ് ഉണ്ട്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, സെക്യുലറിസം, നമ്മുടെ ഡെമോക്രസി, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഈ ഒരു കാര്യത്തിന് പാർലമെന്റിന് യാതൊരു കാരണവശാലും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നോൺ അമെൻഡബിൾ ആണ്. ഇത് എവിടെ നിന്ന് വന്നു? കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ കേസും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരെണ്ണമാണ്. ഇതും ഓർത്തു വെക്കാം. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ നോക്കൂ. ഇത് വളരെ എളുപ്പമാണ് പഠിക്കാൻ അല്ലെ. 121, 211. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും ആർട്ടിക്കിൾ ആണ്. അതായത് നമ്മുടെ ജുഡീഷ്യൽ കണ്ടക്ട്, അതായത് നമ്മുടെ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും എങ്ങനെയാണ് ഒരു കണ്ടക്ട് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മളൊരു കേസിന്റെ പല കാര്യങ്ങളും വിസ്തരിക്കുന്നത് എന്നുള്ള കാര്യം പാർലമെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് അവരുടെ ടെറിട്ടറിയാണ്. അങ്ങോട്ട് പാർലമെന്റ് കയറി ഇടപെടാൻ പാടില്ല. ഈ സെയിം സാധനം നമ്മൾ ജുഡീഷ്യറിലും പഠിക്കും. ഇവിടെ നോക്കൂ, ആർട്ടിക്കിൾ 122, 212. അതായത് ഇവിടെ എന്താ 121, 122, ഇവിടെ 211, 212. ഓക്കെ, ഇതോ നേരെ തിരിച്ചുള്ള കാര്യമാണ്. അതായത് പാർലമെന്റ് പ്രൊസീഡിങ്സ്. ഓക്കെ, പാർലമെന്റ് പ്രൊസീഡിങ്സ് ആർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. അതാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഉറപ്പാക്കുന്ന കാര്യം.
ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നമ്പർ ഫാൻസി ആണ്, ഓർത്തു വെക്കുക. നമുക്ക് കുറച്ചും കൂടെ വാലിഡിറ്റിയോട് കൂടി അപ്പം അത് എഴുതി വെക്കാനായിട്ട് പറ്റും. ദെൻ പവർ ടു അമെൻഡ് ദ ലോ ഡിക്ലെയർഡ് അൾട്രാ വൈറസ് ബൈ ദ കോർട്ട്. അതായത് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ജുഡീഷ്യറിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കേസ് ഒരു ലോ പാസ്സാക്കിയാൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള പവർ ജുഡീഷ്യറിക്ക് ഉണ്ട്, നോക്കിക്കോട്ടെ. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാലും അവർ അൾട്രാ വൈറസ് ആണ്, അതായത് ഇത് ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ കൂടി ഇത് റീവാലിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ചെറുതായിട്ട് എന്ത് പ്രൊവിഷൻസ് എന്തെങ്കിലും മാറ്റം വരുത്തി ഇത് വീണ്ടും ആ നിയമം കൊണ്ടുവരാനുള്ള പവർ ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. അതായത് ഇവൻ ജുഡീഷ്യറിയുടെ പവർ പോലും അൾട്ടിമേറ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എന്താണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെക്സ് ആൻഡ് ബാലൻസസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മൂന്ന് പാർട്ടീസിനെ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, മൂന്ന് ടേംസിനെ നമ്മൾ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരെണ്ണം വിട്ടുപോയാലും നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, then explain the constitutional provisions that grant the central government control over state legislature. ഞാൻ മുമ്പ് പറഞ്ഞു ചില സമയങ്ങളിൽ യൂണിറ്ററി ടിൽറ്റ് കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു, എവിടേക്കാണ് അത്തരത്തിൽ ഈ യൂണിറ്ററി ടെൻഡൻസി വരുന്നത്? അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് 4 സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 4 സിറ്റുവേഷൻസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതും പറയാം. ഇത് കൂടാതെ ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ഉണ്ട്, അതും പറയാം. ഓക്കെ, പക്ഷെ ഇത് സപ്പോസ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കൂടി ഈ ഒരു പാർട്ട് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്തിരിക്കണം. രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ അറിവിലേക്ക് കൊടുത്തതാണ്. ഈ പാർട്ടാണ് കൃത്യമായി നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാല്, എന്തായാലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അല്ലെ, ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓർത്തു വെക്കുക. അപ്പം എമർജൻസി, നാഷണൽ എമർജൻസി ആയിക്കോട്ടെ, പ്രസിഡന്റ് റൂൾ ആയിക്കോട്ടെ, സ്റ്റേറ്റ് എമർജൻസി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന സാധനം. അപ്പം നാഷണൽ എമർജൻസി, പ്രസിഡൻസും, ഈ രണ്ടിന്റെ ആർട്ടിക്കിളും എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കണം. 352, 356. ഈ 2 കണ്ടീഷനിലും യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താം. ഓക്കെ, യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് പറ്റും, അത് ഓർത്തു വെക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ബോഡി ആരാ? രാജ്യസഭ അല്ലെ. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു ഒരു പ്രത്യേക മെജോറിറ്റിയോട് കൂടി, 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സപ്പോസ് നിങ്ങൾ അത് ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ലീവ് ഇട്ട്. ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ രാജ്യസഭ നിയമം പാസ്സാക്കുന്നു. അങ്ങനെയുള്ള കണ്ടീഷനിൽ സ്റ്റേറ്റ് ലിസ്റ്റില് നമുക്ക് യൂണിയന് നിയമനിർമ്മാണം നടത്താനായിട്ട് പറ്റും. പക്ഷെ അതിന് ഒരു പ്രശ്നമുണ്ട്, 1 ഇയർ വാലിഡിറ്റിയെ ഉള്ളൂ എന്നതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, സപ്പോസ് അത് മെൻഷൻ ചെയ്തില്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല, ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ രാജ്യസഭ പാസ്സാക്കുന്നു എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഓർത്തിരിക്കുക. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് വീണിട്ടുണ്ട്, അതാണ് അതിന്റെ കാര്യം. ദെൻ അപ്പൊ നമുക്ക് 3 നമ്മൾ കൃത്യമായിട്ട് ഓർക്കുന്നു: നാഷണൽ എമർജൻസി, പ്രസിഡന്റ് റൂള്, രാജ്യസഭ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സിറ്റുവേഷൻ. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അഗ്രിമെന്റ് വരുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ UN ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണം നടത്തണം. അപ്പൊ കേരളത്തിന് പോയി പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല, ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്ന്. പക്ഷെ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ അഗ്രിമെന്റ് നടക്കുന്ന സന്ദർഭങ്ങളിൽ യൂണിയന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിന്മേൽ നിയമനിർമ്മാണം നടത്താം എന്നൊരു പ്രൊവിഷൻ കൂടി നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഞാൻ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഓർത്തു വെക്കുക. യുണൈറ്റഡ് നേഷൻസ് പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ആക്ട്, ജനീവ കൺവെൻഷൻ ആക്ട്. ജനീവ കൺവെൻഷൻ ആക്ട് എന്ന് പറയുന്ന സാധനം 1960 ആക്ട് ആണ്. അതിപ്പോ വളരെ റെലവെന്റ് ആണ്. എന്താ കാര്യം? ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വാർ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ആൾക്കാർ, അതായത് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ജനീവ കൺവെൻഷനിൽ മെൻഷൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയോ? ഏതെങ്കിലും 2ഓ അതിലധികമോ സ്റ്റേറ്റ്, ഓക്കെ, അവര് പാർലമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്കൊരു പ്രത്യേക കാര്യത്തിൽ നിയമനിർമ്മാണം വേണം, അത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടെ പാർലമെന്റിന് അവിടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, ഓൺ എ മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ 2 or more സ്റ്റേറ്റ് പാസ് റെസൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ഇത്രയും സിറ്റുവേഷൻസ്, ഈ 5 സിറ്റുവേഷൻസ് കൃത്യമായി ഓർത്തു വെക്കുക. ഓക്കെ, അത് പിന്നെ ഇത് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. അതായത് ഇപ്പോ ഗവൺറിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ
സ്റ്റേറ്റിന്റെ ചില ബില്ലുകള് പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതൊരു എക്സ്ട്രാ അധികാരമാണല്ലോ. അപ്പം ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസിഡന്റിന് എന്താ എത്ര തവണ വേണമെങ്കിലും ഈ സ്റ്റേറ്റ് ലിസ്റ്റിന്മേല് വീറ്റോ പ്രയോഗിക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ യൂണിയനുമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്, അത് ഓർത്ത് വെക്കുക. ഇപ്പൊ യൂണിയൻ ഒരു ബില്ല് പ്രസിഡന്റിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു തവണ പ്രസിഡന്റിന് അത് തിരിച്ചയക്കാം. രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ഈസ് ബൈൻഡഡ്, അത് ഒപ്പിടാൻ അതില് സൈൻ ചെയ്യാൻ ആള് നിർബന്ധിതനാണ്, നിയമം അനുസരിച്ച് നിർബന്ധിതനാണ്. പക്ഷെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് എത്ര തവണ വേണമെങ്കിലും അത് തിരിച്ചയക്കാം, ഇങ്ങനെ ഒപ്പിട്ടോണം എന്ന് യാതൊരു എന്താ അത് യാതൊരു നിയമപരമായ ബാധ്യതയും പ്രസിഡന്റിന് ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രസിഡന്റ് ക്യാൻ എൻജോയ് അബ്സല്യൂട്ട് വീറ്റോ ഓവർ സ്റ്റേറ്റ് ബിൽസ്. നിങ്ങൾ പൊളിറ്റിന്റെ ആൻസർ എഴുതുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ചില പ്രത്യേക ടേംസ് ഉണ്ട്. ഓക്കെ, വളരെ വലിച്ചു നീട്ടി നമുക്ക് 2-3 വരിയിൽ എഴുതേണ്ട കാര്യം ഈ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രസിഡന്റ് എൻജോയ്സ് അബ്സല്യൂട്ട് വീറ്റോ ഓവർ സ്റ്റേറ്റ് ബിൽസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒറ്റ വരി എഴുതിയാൽ തന്നെ എക്സാമിനറിന് കാര്യം മനസ്സിലാവും. ഓക്കെ, നമ്മൾ നല്ല വിവരമുള്ളവരാണെന്ന് മനസ്സിലാവും, കാര്യം കൃത്യമായി കൺവേ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതാണ് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ആൻഡ് അമേരിക്കൻ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഇത് സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അബദ്ധം കാണിക്കരുത്. ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ആൻഡ് അമേരിക്കൻ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഈ അമേരിക്കൻ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ സാധാരണ പഠിക്കുന്ന പ്രസിഡൻഷ്യൽ സിസ്റ്റം തന്നെയാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫാക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഫോളോ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ചെറിയ ചില പോയിന്റ്സ് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പൊ അത് മാത്രം നോക്കുക, ബാക്കി നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മതിയാവും. ഓക്കെ, ഓക്കെ. അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തില് ആരാണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്? പ്രസിഡന്റ് ആണ് ഹെഡ്. നമ്മുടെയും ഹെഡ് പ്രസിഡന്റ് ആണ്. പക്ഷെ പ്രശ്നമുണ്ട്, നമ്മുടെ നോമിനൽ ഹെഡ് മാത്രമാണ് പ്രസിഡന്റ്. ഓക്കെ, നമ്മുടെ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അതായത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും ഹെഡ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും ആണ്. ഇവൻ ഇനി പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണത്. ഓക്കെ, ശ്രദ്ധിക്കുക. നോമിനൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും ഹെഡ് ഓഫ് ഗവൺമെന്റ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും ആണ്. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആ ഒറ്റ എക്സിക്യൂട്ടീവ് ഉള്ളൂ, അത് പ്രസിഡന്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു 2 സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ അധികാരങ്ങൾ പ്രൈം മിനിസ്റ്ററിന് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം പ്രൈം മിനിസ്റ്റർ രാജിവെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മൊത്തം സഭ താഴെ വീഴും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മുഴുവൻ രാജിവെച്ചതിന് തുല്യമാണ് പ്രൈം മിനിസ്റ്റർ രാജിവെക്കുന്നത്. ബിക്കോസ് നമുക്ക് അറിയാം, ദേ സ്വിങ് ആൻഡ് സിങ്ക് ടുഗദർ എന്നാണ് പറയാൻ. ദേ സ്വിം ആൻഡ് സിങ്ക് ടുഗദർ. അവര് ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പോകും. ഇനി അവർക്ക് അവിടെ ഭൂരിപക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇവരിൽ നിന്ന് പുതിയൊരാളെ നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, ഇവരിൽ നിന്നോ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൽ നിന്നോ പുതിയൊരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും ഇവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ അതില്ല. ആ പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. പിന്നെ നമ്മുടെ സിസ്റ്റം അറിയാലോ, ബൈക്കാമറൽ സിസ്റ്റം ആണ്. ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ പേര് വേറെയാണ്. സെനറ്റ് എന്നും റെപ്രസെന്റേറ്റീവ്സ് ഹൗസ് എന്നുമാണ് എന്റെ പേര്. അതായത് നമ്മുടെ മൊത്തത്തിൽ അവരുടെ പാർലമെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺഗ്രസ്. US കോൺഗ്രസ് എന്നാണ് പറയുന്നത്. അതിന് സെനറ്റ് എന്നും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നും 2 ബോഡീസ് ഉണ്ട്. ഓക്കെ, ആ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ദെൻ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അവിടെ അങ്ങനെ ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പ്രസിഡന്റ് തന്നെയാണ് മൊത്തത്തിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആള്. ദെൻ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ഇവർക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ദെൻ ഈ ഒരു പോയിന്റ് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദർ ഇസ് നോ വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ. അത് ഓൾറെഡി നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ 3ാമത്തെ വട്ടമാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാല് അത് പല സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് ഇഫക്റ്റീവ്ലി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ആൻസർ റൈറ്റിംഗിലൂടെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല, പക്ഷെ അത് ഇഫക്റ്റീവ്ലി എങ്ങനെ എവിടെ കൃത്യമായി യൂസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. നോ വാട്ടർ ടൈറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മള് എന്താ, അമേരിക്കൻ പാർലമെന്റിനെ സംബന്ധിച്ച് കൃത്യമായ സെപ്പറേഷൻ ഉണ്ട്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, ബാക്കിയുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾ വായിച്ചാൽ മതിയാവും.
ടൈമും കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് ദ MPs മെമ്പർ ഓഫ് പാർലമെന്റ് ഇൻ ദ ഇന്ത്യൻ പാർലമെന്റ് ക്യാൻ ബി ഡിസ്ക്വാളിഫൈഡ്. അപ്പം ഈ ഒരു കാര്യം ആലോചിക്കുമ്പം നമ്മൾ എന്ത് പഠിക്കാം? മൊത്തം പാർലമെന്റ് പഠിക്കുമ്പം MPസിന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ പഠിക്കുക, ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കുക, ഡിസ്ക്വാളിഫൈ ആവുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക, ഇനി റിമൂവൽ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഈ ഒരു കാര്യം എല്ലാ ആൾക്കാർക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. ഇത് ആരെ പറ്റി വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ MPയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെയാന്നുള്ള കാര്യം നോക്കാം. ആദ്യം നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പം ഇത് ഹെഡിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത്രയും അഡ്വാൻറ്റേജ് ആണ്. നോക്കിക്കേ, ഡിസ്ക്വാളിഫിക്കേഷൻ ലെഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ, അതാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതോ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ രണ്ട് രീതിയിലും ഇവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കും. ഇത് രണ്ടും കൂടെ നമുക്ക് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല, പക്ഷെ ഈ രണ്ടെണ്ണം കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് എങ്കിലും മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഒന്നാമത്തത്, ഇഫ് യു ഹോൾഡ്സ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് കുറെ ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത്. എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ, ഗവൺമെന്റിന്റെ കീഴിൽ പൈസ വാങ്ങി, സാലറി വാങ്ങി, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അനുഭവിച്ച് ഏതെങ്കിലും ഒരു ഓഫീസ്, ഏതെങ്കിലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യം. ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊസിഷൻ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, പക്ഷെ ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ? മിനിസ്റ്റേഴ്സിന്റെ പോസ്റ്റ് ഇതിൽ വരില്ല. ഓക്കെ, ഈ കാരണം ഈ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് ഹി ഹോൾഡ്സ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇത്ര മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുള്ളൂ. എന്താണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ഏതൊക്കെ പൊസിഷൻസ് ആണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ അടിയിൽ വരിക, ഇതെവിടെയാ പറയുന്നത്? ഇതിന് കൃത്യമായ നിയമമുണ്ട്. ഓഫീസ് ഓഫ് പ്രോഫിറ്റിന് ആക്ട് ഉണ്ട്, അതിന്റെ അടിയിലാണ് ഇത് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു എക്സെപ്ഷൻ വന്നത്. അത് കൃത്യമായി ഓർത്തു വെക്കുക. അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന അടുത്ത ക്രൈറ്റീരിയ അൺസൗണ്ട് മൈൻഡ് ആൻഡ് അത് കോർട്ട് ഡിക്ലെയർ ചെയ്യണം. അതായത് ആൾ മെന്റലി അൺസ്റ്റേബിൾ ആണ്, ഈ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ആളല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ദെൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, അതായത് അദ്ദേഹത്തിന് കടം ഉണ്ടെന്നുള്ള കണ്ടീഷൻ. കാരണം എന്താ? അത് അയാളുടെ എന്താ പറയുക, ആ ഓഫീസിന്റെ ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമാണ്. നാളെ അയാൾ കറപ്ഷൻ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകമായി കൊടുത്തിരിക്കുന്നത്. ദെൻ ഇഫ് ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹാസ് വോളണ്ടറിലി അക്വയർഡ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ കൺട്രി, അതായത് ചുരുക്കം പറഞ്ഞാൽ സിറ്റിസൺ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ കൂടെ പറയുമ്പം, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് കൂടെ പറയുമ്പം ഇങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. ചുരുക്കം ഇത്രേ ഉള്ളൂ. അയാൾ സിറ്റിസൺ ആയിരിക്കണം, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആകാൻ പാടില്ല, ഒരു അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് ആകാൻ പാടില്ല. പിന്നെ കൃത്യമായി നമ്മളിപ്പോ പറയാൻ പോകുന്ന കാര്യം, പാർലമെന്റ് പറയുന്ന ഏതെങ്കിലും ഒരു ലോയുടെ അടിയിൽ ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. ഓക്കെ, ഈ നിയമം പാർലമെന്റിന് നിർമ്മിക്കാം. പാർലമെന്റ് നിർമ്മിക്കുന്ന ഏതൊരു നിയമത്തിന്റെ അടിയിലും ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. അങ്ങനെ വന്ന നിയമമാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ അടിയിൽ വരുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന കാര്യമാണ്. ഇപ്പൊ റീസെന്റ് വന്ന രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കേസ് ഓർക്കുക. അപ്പം ഈ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസിന് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ സീറ്റ് പോവും. അങ്ങനെ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയതും തിരിച്ചാ കേസ് വന്നപ്പം തിരിച്ച് ഇന്നായ കാര്യമൊക്കെ നമ്മൾ ഇപ്പൊ റീസെന്റ് കണ്ടതാണ്. അത് ഓർത്തു വെക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ, സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീനസ് ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നെന്ന് വരിക, ഓക്കെ, ഏതെങ്കിലും സോഷ്യൽ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ട് അതിനെ പ്രീച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഇവർ ഡിസ്ക്വാളിഫൈഡ് ആവും. ഇനി നിങ്ങൾക്ക് പ്രിലിംസിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇതിലേതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് കൃത്യമായി വായിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലാകെ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് RPA 51 പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക.
അപ്പൊ അത്രേ ഉള്ളൂ ആ കാര്യം. പിന്നെ വളരെ കൃത്യമായി നമുക്ക് പ്രിലിംസിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നോട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായി വായിക്കുക. പ്രസിഡന്റിന്റെ കാര്യം, പ്രസിഡന്റ് പറയുന്ന ഡിസിഷൻ ആണ് ഇതിൽ ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ. അതായത് വെദർ ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഓർ നോട്ട്, വെദർ ഹി ക്യാൻ കണ്ടിന്യൂ ഓർ നോട്ട് എന്നുള്ള കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ ആരാണ് പറയുന്നത്? കോർട്ടല്ല, ഒരിക്കലും കോർട്ടല്ല, അത് പ്രസിഡന്റിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. ഇനി പ്രസിഡന്റിന് ഈ നിർദ്ദേശം കൊടുക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റിന് ഈ നിർദ്ദേശം കൊടുക്കാൻ ബാധ്യസ്ഥരായുള്ളവർ. ഈ പ്രസിഡന്റിന് ഇങ്ങനെ കിട്ടുന്ന നിർദ്ദേശം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ബൈൻഡിങ് ആണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം വരുന്ന കാര്യമാണ്. പ്രസിഡന്റിന് കിട്ടുന്ന നിർദ്ദേശം ബൈൻഡിങ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണിത്. കൃത്യമായി ഓർത്തു വെക്കുക. ഈ ഡിസ്ക്വാളിഫിക്കേഷനിലെ ഫൈനൽ ഡിസിഷൻ പ്രസിഡന്റിന്റേതാണ്. പ്രസിഡന്റിന് ഇങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള റെക്കമെൻഡേഷൻ വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഈ റെക്കമെൻഡേഷൻ ബൈൻഡിങ് ആണ്. ഓക്കെ.